നമ്മൾ പലപ്പോഴും നോട്ട് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസിന് ഇപ്പോൾ നമ്മൾ മോക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് മറ്റൊക്കെ കാണുന്ന ഒരു സംഭവമാണ് സോഫ്റ്റ് സ്കിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കൂല. ഇവിടെ സംഭവിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ഇവർ സിലബസ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും, ഹാർഡ് സ്കിൽസ് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് 4 മാസം 5 മാസത്തെ കോഴ്സിൽ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. അത് ഇമ്പോർട്ടൻ്റ് ആണോ വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ സോഫ്റ്റ് സ്കിൽസ് കൂടി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു വർക്ക് എൻവയോൺമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഈ ഹാർഡ് സ്കിൽസ് ഒന്നൊന്നിനും മെച്ചം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, രണ്ടും വേണം. എന്നാൽ മാത്രമായിരിക്കും നല്ലൊരു കരിയർ ഗ്രോത്ത് പോസിബിലിറ്റി ഉണ്ടാവുക. പക്ഷേ സ്റ്റുഡൻസിൽ കാണുന്നൊരു മിസ്റ്റേക്ക് ഹാർഡ് സ്കിൽസിലും കോണ്ടന്റിലും സിലബസിലും എന്താണോ പറഞ്ഞത് അത് മാത്രം പഠിച്ച് ആ സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് പലപ്പോഴും കോഴ്സുകളിൽ സംഭവിക്കുന്നത്. പക്ഷേ ഒന്നുകൂടി ഈ ഹാർഡ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൻ്റെ കൂടെ കുറച്ചൊരു സമയം സോഫ്റ്റ് സ്കിൽസ് കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അവർക്ക് അറിയുന്ന കാര്യം എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പ്രോപ്പറായിട്ട് വെല്ലായിട്ട് പ്രസൻറ്റ് ചെയ്യും എന്നുള്ള കാര്യം. മറ്റൊന്നാണ് ഇപ്പോൾ ടീം വർക്ക്, എങ്ങനെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യും. നമ്മളെല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളതല്ല കമ്പനിയിലേക്ക് വരുമ്പോൾ, അതിനപ്പുറം ടീമിൻ്റെ കൂടെ എങ്ങനെ നമ്മൾ വർക്ക് ചെയ്യും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നാണ് ഇപ്പോൾ അഡാപ്റ്റബിലിറ്റി. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ടീം വർക്ക്, അഡാപ്റ്റബിലിറ്റി പോലത്തെ സോഫ്റ്റ് സ്കിൽസ് കൂടി നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഒരു ഇൻ്റർവ്യൂവിലേക്ക് വലിയ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് നമ്മളൊരു കരിയർ ഗ്രോത്തിനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്.